പ്രിയപ്പെട്ടവരെ, ട്രംപ് സൗദി അറേബ്യയും അതുപോലെ മറ്റു അറബ് രാഷ്ട്രങ്ങളിൽ സന്ദർശിക്കുമ്പോൾ ഗസയിലെ യുദ്ധങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കാര്യങ്ങളെല്ലാം ഓപ്പോസിറ്റാണ് സംഭവിച്ചത് എന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ട്രംപിന്റെ ഈ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചുപോയ കഴിഞ്ഞ ദിവസമാണ് ഗസയിലെ ഏറ്റവും ശക്തമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 600-ൽ പരം ലക്ഷ്യങ്ങളെയാണ് ആക്രമിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴും ഗസയെ പൂർണ്ണമായി ഇസ്രയേൽ വളഞ്ഞിരിക്കുകയാണ്. ധാരാളം ആളുകൾ പട്ടിണി കാരണം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും ട്രില്യൺ കണക്കിന് ഡോളറിന്റെ ഉടമ്പടി നടത്തി ട്രംപ് അമേരിക്കയിലെത്തുമ്പോൾ ആദ്യമായി ഉണ്ടാകുന്ന പ്രവൃത്തി ഇസ്രയേലിലേക്ക് കൂടുതൽ ആയുധങ്ങൾ അയക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഇസ്രയേലിന് ഗസയിലുണ്ടായ എല്ലാ നഷ്ടങ്ങളും അറബ് രാഷ്ട്രങ്ങൾ നികത്തി എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയും ഇസ്രയേലും ഹൂത്തികൾക്കെതിരെയും അതുപോലെ തന്നെ ഗസയിലെ ഹമാസുമായും ലെബനാന്റെ ഹിസ്ബുള്ളയുമായും ഒക്കെ നടത്തിയ യുദ്ധങ്ങൾ, അതുപോലെ തന്നെ ഹൂത്തികൾ നടത്തിയ ഒരുപാട് കപ്പലാക്രമണങ്ങൾ, ഇതിലെല്ലാം വലിയ രൂപത്തിലുള്ള നഷ്ടം ഇസ്രയേലിനും അമേരിക്കക്കും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ തടഞ്ഞു വെച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതിലൂടെ ഉണ്ടായ വൻ നഷ്ടങ്ങൾ, അതുപോലെ തന്നെ പാട്രിയറ്റ് മിസൈലുകൾ, അതുപോലെ അയൺ ഡോം ഉപയോഗിച്ചതിന്റെ ഇങ്ങനെ തുടങ്ങി ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടം ഇസ്രയേലിനും അമേരിക്കക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടങ്ങളുടെ എത്രയോ ആയിരക്കണക്കിന് ഇരട്ടിയാണ് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും ഈ ഉടമ്പടിയിലൂടെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനോ അമേരിക്കക്കോ ഈ യുദ്ധത്തിൽ ഒരു നഷ്ടവുമില്ലെന്ന് മാത്രമല്ല, വലിയ രൂപത്തിലുള്ള ലാഭ കച്ചവടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ഇതിലൂടെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പല രൂപത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴുള്ള ഈ ഒരു കെടുതി അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുക, അതുമല്ലെങ്കിൽ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ഒരു വഴിയെങ്കിലും ഇതിലൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ എല്ലാം താളം തെറ്റിയെന്ന് മാത്രമല്ല, കൂടുതൽ ആയുധങ്ങൾ ഗസയെ ആക്രമിക്കാനുള്ള ഉത്തേജനമാണ് യഥാർത്ഥത്തിൽ ഈ അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം വലിയ രൂപത്തിൽ, അതായത് നഷ്ടങ്ങളെ പേടിക്കേണ്ടതില്ല എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. എന്തായാലും ഇനി ഗസയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രത്തിലും അമേരിക്കക്കും ഇസ്രയേലിനും വർഷങ്ങളോളം, ഒരു 10, 20, 25 കൊല്ലം യുദ്ധം തുടർന്നു പോയാലും നഷ്ടം വരാത്ത രീതിയിലുള്ള വലിയ ഒരു ലാഭമാണ് ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഗസയിലെ ഈ യുദ്ധത്തിന് ഒരു മാറ്റവും വരുത്താതെ ഈ രൂപത്തിലുള്ള സ്വീകരണം നടത്തി അതിൽ ഒരു തരത്തിലും ഗസക്ക് അനുകൂലമായ തീരുമാനം പോലും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നത് ലോകതലങ്ങളിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഉയരുകയാണ്.